ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഷോയിച്ചാൻ്റെ വീട്ടിലാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ സ്ഥലം എവിടെ? ചാലക്കുടിക്ക് അടുത്ത് മേലൂർ പുഷ്പേരിയാണ്. മേലൊരു പുഷ്പേരിയാണ്. അപ്പോൾ അതൊരു കത്തിയുണ്ട്, ചെറിയൊരു പാത്രമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പറമ്പിലോട്ട് പോകാലോ. പോവാം. പറമ്പിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം അല്ലേ? അതെ. അങ്ങോട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആളുണ്ട്. അതെ, നമുക്ക് എന്തായാലും പറിക്കാം. അതെ. ഓക്കെ. ഇവിടെ ഒരു പഴമുണ്ട്, ഗാഗ് ഫ്രൂട്ട് എന്ന് പറയല്ലേ? ആദ്യം പറിക്കാൻ നോക്കി നടന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കത്തി തന്നെ വേണം, എങ്കിലേ ഇത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് ഗാഗ് ഫ്രൂട്ട്. ചേട്ടാ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് വിറ്റാമിൻസ് ഭയങ്കരമാണ്. ബീറ്റ കാരോട്ടിനാണ് അധികം ഉള്ളത്. നമ്മുടെ കണ്ണിന് വേണ്ട പോഷകഗണങ്ങൾ ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. എല്ലാം ഉണ്ട്. അതെ. പക്ഷെ ഇത് വെച്ചാല് ഇതിന്റെ ഇല നമുക്ക് കറി വെച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പച്ചനാകുമ്പോൾ പാവയ്ക്ക തോരൻ വെക്കുന്ന വരി വെക്കാം, അങ്ങനെ വെക്കാം. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ജ്യൂസ് ആക്കി കുടിക്കാം. ഫ്ലഷ് എടുത്തിട്ട് ആളുകൾ ഇതിനെ പിന്നോട്ട് നിൽക്കുകയാണ്. എന്താണ് കാരണം ഇത് പോളിനേഷൻ ചെയ്താലേ ഉണ്ടാവുള്ളൂ എന്നത് ധാരണയാണ്. പക്ഷെ പോളിനേഷൻ ചെയ്യാതെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ആൺചെടിയും പെൺചെടിയും ഒരുമിച്ച് ഒരു പന്തൽ കയറ്റി വിട്ടാൽ മതി. അങ്ങനെ വിട്ടാൽ മതി. പക്ഷേ നമ്മൾ പോളിനേറ്റ് ചെയ്ത് കൊടുത്താൽ 100 എണ്ണം ഉണ്ടാവുന്നത് ഇതൊരു 30%.